ഇവിടെ ഒരു വോട്ടർക്ക് കൊണ്ട് പണം കൊടുക്കുന്ന കാര്യം കയ്യോടെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഫുൾ പ്രൂഫായി കയ്യോടെ പിടിക്കപ്പെടുന്നു. കയ്യോടെ പിടിക്കപ്പെടുന്നത് ഇന്നിപ്പോ അതിൽ ശോഭയുടെ മൊഴി എടുത്തിട്ടുണ്ട്. അത് കയ്യോടെ പിടിക്കപ്പെടുന്നു. കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ വന്ന് നിഴല് വെച്ച മുല്ലപ്പൂ വെച്ച നിഴലാണെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ആണെന്ന് പറയുന്നു. ഈ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കോൺസ്പിറസി തിയറി പറയുന്നു. ഇത് കാണുന്ന നാട്ടുകാർക്ക് മനസ്സിലാവില്ല എന്താ യഥാർത്ഥ കൊടുക്കുന്നതോ അല്ല അതിലെ ഒരു ചർച്ച അത് നമുക്കത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടുത്താൻ അതിലൊന്നുമില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്താണെന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. അതിനെ സംബന്ധിച്ച് ഒരു തർക്കത്തിനോ വാദത്തിനോ ഞാൻ വാദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യം ഞാനും അംഗീകരിക്കാൻ പോകില്ല. അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഏത് പരാതി വന്നാലും അതിലെ വാദിയുടെയും അല്ലെ പരാതി കൊടുക്കുന്ന ആളുടെയും ആരുടെ പേരിലാണോ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ മൊഴിയെടുക്കുന്നതൊക്കെ സ്വാഭാവികം തന്നെയാണ്. വരട്ടെ, നമുക്ക് ഇതുകൊണ്ട് കേരള രാഷ്ട്രീയം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിന് കാൻഡിഡേറ്റിനെയോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോ ബന്ധിപ്പിക്കാൻ യാതൊരു കാര്യവുമില്ല. പൈസ കൊടുത്തെങ്കിൽ കൊടുത്തവരും വാങ്ങിയവരും അതിന് മറുപടി പറയട്ടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായി കാര്യവുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന ആ സ്ത്രീയാണ് സീമ രാജീവാണ് സ്ഥാനാർത്ഥി. അതെ, നിങ്ങൾ തെറ്റായി സീമ രാജീവാണ് കൊണ്ട് പണം കൊടുത്തത്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ നേതാവ് സീമ രാജീവാണ് കൊണ്ട് പണം കൊടുത്തത്. എന്നിട്ട് അവരെ അറിയത്തു പോലും ഇല്ല, അതിന്റെ നിഴലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണുന്നതും കേൾക്കുന്നതല്ലേ? അങ്ങനെ നാട്ടുകാരുടെ ബുദ്ധിയെ കളിയാക്കാവോ? അല്ലല്ല, സാരി കൊടുക്കുന്നു. തൃശ്ശൂർ എന്താണ് ലക്ഷക്കണക്കിന് കിറ്റ്, നൂറുകണക്കിന് കിറ്റ് പിടിക്കുന്നു. കോൺഗ്രസ് ഇതൊക്കെ കൊടുത്ത എന്താണ് കേരളത്തിൽ BJPക്ക് വോട്ട് കിട്ടുമെന്നാണോ BJP ആത്മാർത്ഥമായി കരുതുന്നത്? തെറ്റാണ് JR അങ്ങനെയാണെങ്കിൽ. അല്ല, അത് നിങ്ങളെ ഒരു ആത്മകഥമല്ലേ? നിങ്ങൾ ഈ പറയുന്നതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? BJP സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ കേസെടുത്തിട്ടുണ്ടോ? BJPയുടെ ഏജന്റിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? വെറുതെ ഈ കോൺഗ്രസ് ഉണ്ടാക്കുന്ന UDF ഉണ്ടാക്കുന്ന ആ തിരക്കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രവർത്തനവും പ്രചരണവും ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. NDA എതിർക്കുന്നത് കേരളത്തിലെ LDFോ UDFോ മാത്രമല്ല ചില മാധ്യമ സുഹൃത്തുക്കളും അറിഞ്ഞോ അറിയാതെയോ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ NDAക്ക് ഉണ്ടാകുന്ന ജനപിന്തുണയിൽ അസ്വസ്ഥരാണ്. അത് അവരുടെ പ്രശ്നമാണ്, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല.